ആലപ്പുഴ കരുവാറ്റയിലെ ക്രൂര കൊലപാതകത്തിൽ നിർണായക വിവരങ്ങൾ പോലീസിന്. മോഷണ ശ്രമം കൊല്ലപ്പെട്ട ശിവൻകുട്ടി പിടികൂടിയത് പെൺകുട്ടിയുടെ പക ഇരട്ടിയാക്കിയത് മൊഴി. പെൺകുട്ടിയെ ചോദ്യം ചെയ്യാൻ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിനെ ഉൾപ്പെടുത്തി മെഡിക്കൽ ബോർഡ് രൂപീകരിക്കും. ശിവൻകുട്ടി മോശമായി പെരുമാറിയെന്ന മൊഴിയുടെ അടിസ്ഥാനത്തിൽ ശാസ്ത്രീയ പരിശോധന നടത്തും. മനീഷ് മഹിവാൽ കൂടുതൽ വിവരങ്ങളുമായി ചേരുകയാണ്. മനീഷ്, ഓരോ ദിവസവും ഈ കേസുമായി ബന്ധപ്പെട്ട പുതിയ വിശദാംശങ്ങൾ പുറത്തുവരുമ്പോൾ കേരളം ഞെട്ടുകയാണ്. കൗമാരക്കാരായ കുട്ടികൾ എന്തൊക്കെ കാര്യങ്ങളാണ് പ്ലാൻ ചെയ്തിരുന്നത് ഒരു കൊലപാതകത്തിന് വേണ്ടി എന്നുള്ളത്? പ്ലാൻ എ ഉണ്ട്, ബി ഉണ്ട്, സി ഉണ്ട്. അത്തരത്തിൽ ദിവസങ്ങളായി പ്ലാൻ ചെയ്ത് ഈ വയോധികനെ കൊലപ്പെടുത്തുകയായിരുന്നു. വിവിധ വിഷയങ്ങൾ ഈ വയോധികനോട് പക തോന്നുന്ന കാര്യത്തിൽ ഈ പെൺകുട്ടി പറയുകയും ചെയ്യുന്നുണ്ട്. എന്തൊക്കെയാണ് ഏറ്റവും ഒടുവിലായി പോലീസ് പങ്കുവയ്ക്കുന്ന വിവരങ്ങൾ? ഈ തുടരന്വേഷണം അത് ഏത് തരത്തിലായിരിക്കും? മാസങ്ങൾക്ക് മുൻപ് തന്നെ ഏറ്റവും അടുത്ത ബന്ധുവായ വയോധികനെ കൊലപ്പെടുത്താൻ 13 വയസ്സുകാരി 2 പ്ലാനുകൾ തയ്യാറാക്കിയിരുന്നു. പക്ഷേ ഇപ്പോൾ കൊലപ്പെടുത്താൻ ഉള്ള പ്രധാനപ്പെട്ട കാരണം കഴിഞ്ഞ 14-ാം തീയതി പെൺകുട്ടി വീട്ടിലൊരു മോഷണം നടത്തി. ആ മോഷണം കയ്യോടെ വയോധികൻ പിടിച്ചു. അതിന്റെ പേരിൽ വീട്ടിൽ വലിയ കോലാഹലമുണ്ടായി. കള്ളി എന്ന് വിളിക്കുകയും വീട്ടിൽ നിന്ന് ഇറക്കി വിടുകയും ചെയ്തു. ഇത് വലിയ രീതിയിൽ കൊല ചെയ്യാനുള്ള പ്രേരണ, വൈരാഗ്യവും വിദ്വേഷവും വർദ്ധിച്ചു. അങ്ങനെ അന്ന് രാത്രി തന്നെ കൊലപ്പെടുത്തണമെന്ന് തന്റെ ആൺ സുഹൃത്തിനോട് ആവശ്യപ്പെട്ടു. അതിനുശേഷം അടുത്ത ദിവസമാണ് ആൺ സുഹൃത്ത് 15-ാം തീയതി വൈകിട്ടാണ് കൊല്ലം പരവിൽ നിന്നും രാത്രി മറ്റു 2 സുഹൃത്തുക്കൾ പ്രായപൂർത്തിയാകാത്തവർക്കൊപ്പം ആലപ്പുഴ കരുവാറ്റയിലേക്ക് എത്തി കൃത്യം നടത്തുന്നത്. അങ്ങനെ പെൺകുട്ടി ഈ കൃത്യം നടത്താൻ ഇപ്പോഴുണ്ടായ പ്രധാനപ്പെട്ട കാരണം പെൺകുട്ടിയുടെ മൊഴിയിൽ നിന്നും ഒപ്പം തന്നെ മറ്റൊരു ബന്ധുവിന്റെ മൊഴിയിൽ നിന്നുമാണ് പോലീസിന് വ്യക്തമായത്. ഇനി പെൺകുട്ടി പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പെൺകുട്ടി സെക്ഷൽ അബ്യൂസിന്, അതായത് ബാറ്റ് അടക്കമുള്ള വയോധികന്റെ ചില ശല്യങ്ങൾ, അങ്ങനെയുള്ള പെരുമാറ്റം ഈ പെൺകുട്ടിക്ക് ഉണ്ടായിട്ട് അനുഭവപ്പെട്ടിട്ടുണ്ടെന്നുള്ള വലിയ ആരോപണമാണ്. അതിൽ വൈദ്യപരിശോധന നടത്തേണ്ടതുണ്ട്. വൈദ്യപരിശോധനയ്ക്ക് ഫലം വന്നാലും അതിന്റെ ലോജിക്കലായ ചില പ്രശ്നങ്ങളുണ്ട്. കാരണം ആരോപണ വിധേയനായ വയോധികൻ നിലവിൽ ജീവിച്ചിരിപ്പില്ല. മറ്റൊരു പ്രധാനപ്പെട്ട പോംവഴി പോലീസിന് മുൻപിലുള്ളത് ഒരു സൈക്യാട്രിക് മെഡിക്കൽ ബോർഡിന് മുൻപിൽ കൗൺസിലിംഗിനായി പെൺകുട്ടിയെ ഹാജരാക്കിയ ശേഷം അവരുടെ കയ്യിൽ നിന്ന് വിവരശേഖരണം നടത്തി പെൺകുട്ടി പറയുന്നത് വസ്തുതയാണോ കളവാണോ എന്നടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കാൻ പോലീസ് സാധിക്കും. അത്തരം കാര്യങ്ങൾക്ക് വേണ്ടി നടപടിക്രമങ്ങൾക്ക് വേണ്ടി അനുമതി തേടി നിലവിൽ ജുവനൈൽ ജസ്റ്റിസ് കോടതിയിൽ ബോർഡിന് മുൻപാകെ അനുമതി പത്രം നൽകിയിട്ടുണ്ട്, അപേക്ഷ നൽകിയിട്ടുണ്ട്. അത് ശനിയാഴ്ച കോടതി പരിഗണിക്കും. ഒപ്പം തന്നെ പെൺകുട്ടി ഇതിനിടയിൽ നടത്തിയ പല നാടകീയമായ നീക്കങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. പെൺകുട്ടിയുടെ വയറ്റിൽ മുഴയാണെന്നും ആ മുഴയ്ക്ക് ശസ്ത്രക്രിയ വേണമെന്നും അതിന് പണം നൽകാനാണ് ഈ കൂട്ടുകാർ രാത്രിയിൽ ഈ കരുവാറ്റയിൽ എത്തിയടക്കമുള്ള മൊഴികൾ ആദ്യം പോലീസിനോട് പറഞ്ഞു. ഒപ്പം തന്നെ തന്റെ പിതാവ് തന്റെ അമ്മയുടെ ആദ്യ പിതാവിലാണ് ഈ കുട്ടി ഉണ്ടാകുന്നത്. ആ പിതാവിനെ പ്രതിയാക്കാൻ വേണ്ടി പിതാവും ഈ വയോധികനും തമ്മിൽ വലിയ വൈര്യം ശത്രുതയുണ്ട് എന്ന് പോലീസിന് മൊഴി നൽകിയിരുന്നു. ഇതേ മൊഴി ആൺസുഹൃത്തുക്കളോടും പറയാൻ വേണ്ടി പെൺകുട്ടി പഠിപ്പിച്ച് നൽകിയിരുന്നു. അത്തരം കാര്യങ്ങൾ കൂടി എന്തായാലും വ്യക്തമായിട്ടുണ്ട്. അടുത്ത ദിവസം കോടതി ഈ അപേക്ഷകൾ പരിഗണിക്കും. ഒപ്പം തന്നെ കസ്റ്റഡി ആവശ്യപ്പെട്ട പോലീസിന്റെ അപേക്ഷയും ശനിയാഴ്ച ജുവനൈൽ ജസ്റ്റിസ് ബോർഡ് പരിശോധിക്കും. മനീഷ് മഹിവാലാണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്. എന്തായാലും ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിനെ വെച്ച് കൂടുതൽ ചോദ്യം ചെയ്യലിലേക്ക് കടക്കാനുള്ള നീക്കത്തിലാണ് പോലീസ് ഉള്ളത്.